ആഘോഷമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പ്രണമാമ്യഹം 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 കർമ്മപ്രഭാകര പ്രണമാമ്യഹം. പിടിച്ചോ, എല്ലാം കൂടെ നടക്കില്ല. വീഡിയോ എടുപ്പും ഇല്ല, ഇതൊക്കെ ഞാൻ എൻ്റെ ഇരുന്നോട്ടണം, കുഴപ്പമില്ല. ഈ കാരണം വേണം, എല്ലാം കൂടെ ചെയ്യാം. അത്രേ ഉള്ളൂ. അത് സന്തോഷമേ ഉള്ളൂ. എനിക്ക് 2 ഡ്യൂട്ടിയാ. നമ്മുടെ കൂടെ വന്നവരൊക്കെ ആ വിഷ്ണുവിനെ ഒന്ന് വിളിച്ചേ. തോണ്ട നിൽക്കുന്ന ഒരാൾ, ചിറ്റപ്പ തോണ്ട നിൽക്കുന്ന ഒരാൾ ഒന്ന് വിളിച്ചേ. തോണ്ട ഒരു കൊടിയും കൂടെ, ഒരെണ്ണം കൂടെ ആശേ, ഒരു കൊടി പുള്ളി ഏപ്പേര്. ഒരെണ്ണം കൂടെ. വിഷ്ണുവിനെ ഒന്ന് വിളിക്കാം. അവരെ എഡിറ്റിംഗ് ഇല്ലാത്ത വീഡിയോ. പെണ്ണുങ്ങളൊക്കെ മുന്നിലാ പോയേ. ഓഹോ ഷീന കൊടിയുടെ മണ്ടയ്ക്ക് കെട്ടി വെച്ചാണ്. രണ്ട് കാര്യമാണ്, കൈക്ക് റെസ്റ്റ് ഇല്ല. അവനെടുത്താ ഇല്ല, അവനെടുത്താൽ ശരിയാവത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്നിടത്തോണ്ട് പോകത്തില്ല ക്യാമറ. ഒരു ഓർഡറില്ല.
പിന്നെ വേണമല്ലോ, പുള്ളിയുടെ ആശയമായിരുന്നത്. പിന്നെ വീഡിയോ എടുക്കണേ, ഇറങ്ങണം, വെളിയിൽ ഇറങ്ങണം, പോയി നോക്കണം. അതേ നടക്കത്തുള്ളൂ പുലി. ലൈനും വന്നു ഉണ്ടുണ്ട്. ജനാധിപത്യത്തിന് തന്നെ അതൊരു ഭീഷണിയാണ്. സംസ്ഥാനങ്ങൾക്കുള്ള അവകാശങ്ങൾ പോലും കവർന്നെടുക്കുന്ന രൂപത്തിലേക്ക് അത് എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ മതനിരപേക്ഷത ലിഫ്റ്റ് ചെയ്യണമെന്ന രൂപത്തിലേക്കുള്ള കാഴ്ചക്കാർ വന്നാൽ നമ്മുടെ രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് ജാതിയിൽ വിശ്വസിക്കാനും ഒരു ജാതിയിലും ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം ഒരു ഇന്ത്യൻ പൗരന് അനുവദിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. അതാണ് മതനിരപേക്ഷത. മതനിരപേക്ഷതയ്ക്ക് സ്വാമി വിവേകാനന്ദൻ കൊടുത്ത മഹത്തായ ഒരു ഡെഫിനിഷൻ. ഒരു വിശ്വാസിക്ക് അവന്റെ വിശ്വാസ പ്രമാണങ്ങളെ കുറിച്ച് അവൻ വിശ്വസിക്കുന്ന ആരാധനാമൂർത്തിയുടെ മുമ്പിൽ വാചാലമായി സംസാരിക്കാൻ അവകാശമുള്ളതുപോലെ
ഒരവിശ്വാസിക്ക് അവൻ്റെ ധാരണകളെക്കുറിച്ച് പറയാനുള്ള അവകാശം അംഗീകരിക്കപ്പെടുമ്പോൾ രാജ്യത്ത് മതേതരത്വം പുലരുമെന്നാണ് സ്വാമി വിവേകാനന്ദൻ മതനിരപേക്ഷതയ്ക്ക് കൊടുത്ത ഡിമെൻഷൻ. അപ്പോൾ നമ്മുടെ ഭരണഘടന ഏതാണ്? പരിപാലനമായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ആ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്ക് ആര് വന്നാലും അത് അംഗീകരിക്കാൻ കഴിയും. അത് നൽകുന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ നമ്മൾ ഓരോ സംഘടനയുടെയും ഏത് ജാതിയുടേതായിരുന്നാലും ഏത് മതത്തിൻ്റെതായിരുന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതായിരുന്നാലും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യങ്ങൾ, അവർക്ക് നിലവിലുള്ള അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള സ്വാതന്ത്ര്യങ്ങൾ ഇനി ഒന്നും പൂച്ചുവിലങ്ങിടാൻ പാടില്ല, അതിനെ ഒന്നും പരിമിതപ്പെടുത്താൻ പാടില്ല. അതെല്ലാം നിലനിൽക്കണം. ആ അവകാശാധികാരങ്ങളെ ഒന്നും തട്ടിത്തെറിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള പുതിയ പരിഷ്കാരങ്ങൾ വന്നുകൂടാ എന്നാണ് രാജ്യം ഉറക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ആ മുദ്രാവാക്യം പൊതുവെ അപകടകരമാണ്, ആപൽക്കരമാണ് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നോക്ക വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നമുക്കുണ്ടാവേണ്ടത് എല്ലാ അർത്ഥത്തിലും ഇന്ന് ജാതിപരമായ പിന്നോക്കാവസ്ഥ മാറിക്കിട്ടണമെങ്കിൽ നിശ്ചയമായും നമുക്ക് നിലവിലുള്ള സംവരണങ്ങളെല്ലാം അഭംഗുരം തുടരണമെന്ന് സംശയമില്ല. ആ സംവരണങ്ങൾ തുടരുകയും ഈ രംഗത്തുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കും വരെ അത് തുടരുകയും വേണം. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ നമുക്ക് ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. ആ നിലയിൽ ഉണ്ടായിരിക്കണം ഭാവി പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. അതിനെ ഒരർത്ഥത്തിലും ഒരുപക്ഷെ കേരളം കഴിഞ്ഞാൽ മറ്റിതര സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ പിന്നോക്കക്കാർക്കുള്ള അനുഭവങ്ങൾ എത്രയോ വ്യത്യസ്തങ്ങളും വേദനാജനകവുമാണ്. ഇപ്പോഴും നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ സവർണരും അവർണരും തമ്മിൽ വേർതിരിക്കുന്ന മതിലുണ്ട്. അവർണർക്ക് ഇപ്പുറത്തോട്ട് കയറാൻ പറ്റില്ല, സവർണർ ഇങ്ങോട്ട് ഇറങ്ങിയില്ല, മതിലാണ്. ആ മതിൽ പൊളിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഒരിക്കൽ പ്രകാശ് കാരാട്ടും വൃന്ദാകാരാട്ടും ഒക്കെ വന്ന് അറസ്റ്റ് വരിച്ച് സമരം ചെയ്തു. തൊട്ടപ്പുറത്ത് കർണാടകത്തിലേക്ക് കയറിയാലോ ഇതിനേക്കാൾ ഭയാനകമാണ്. ഞാൻ ഒരു അനുഭവം നിങ്ങളോട് പറയാം. കർണാടകത്തിൽ ഈ അടുത്ത കാലത്ത് ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ മന്ത്രിയാകുന്നതിനുണ്ടായ ഒരു സംഭവമാണ്. ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ രാജീവ് ധവാൻ എന്ന് പറയുന്ന വക്കീലിൻ്റെ ഓഫീസിൽ അവിടെ ചെല്ലുമ്പോൾ കർണാടകത്തിൽ നിന്ന് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ ഡെലിഗേഷൻ. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കേസ് എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, കർണാടകത്തിൽ ഒരു ഗ്രാമത്തിൽ, ഉള്ളാട ഗ്രാമത്തിൽ ഒരു സമരം നടക്കുകയാണ്. എന്താണ് സമരത്തിൻ്റെ മുദ്രാവാക്യം? അപ്പോൾ അവർ പറഞ്ഞത് എല്ലാവർക്കും ഗ്ലാസ്സിൽ ചായ കൊടുക്കണം എന്നതാണ് ഞങ്ങളുടെ സമരത്തിൻ്റെ മുദ്രാവാക്യം. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് ചായ കൊടുക്കുക? ചിരട്ടയിലും ചട്ടിയിലുമാണ് ഇപ്പോൾ ആ ഉള്ളാട ഗ്രാമത്തിൽ പിന്നോക്കക്കാർക്ക് ചായ കൊടുക്കുക. സവർണന്മാരെ മാത്രമേ ചായക്കടയ്ക്കകത്ത് ബെഞ്ചിൽ കയറ്റിയിരുത്തി ഡെസ്കിൽ ചായ കൊടുക്കും, ഗ്ലാസ്സിൽ ചായ കൊടുക്കും. അപ്പോൾ ഞാൻ ചിരിച്ചു. അവർ ചോദിച്ചു, എന്താ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെങ്ങാനുമാണ് ഈ ചിരട്ടയിലോ ചട്ടിയിലോ ചായ കൊടുക്കാൻ വന്നാൽ ആ ചിരട്ട കാണുകയില്ല, ആ ചട്ടി കാണുകയില്ല, ആ ചായ കാണുകയില്ല, ആ കൊണ്ടിരുന്നവൻ കാണുകയില്ല, ആ ചായക്കിടയും കാണുകയില്ല എന്ന കാര്യം പറഞ്ഞു. ഇതാണ് കേരളം. അപ്പോൾ കേരളത്തിലുള്ള ഒരു അവസ്ഥയല്ല നമ്മുടെ കേരളം വിട്ടുകഴിഞ്ഞാൽ തമിഴ്നാട്, കർണാടകം തുടങ്ങിയ ഉത്തരപൂർവ്വ ഭാരതം എടുത്തു കഴിയുമ്പോൾ ഇന്നും ജാതിപരമായ വിവേചനവും അടിച്ചമർത്തലും നിലനിൽക്കുകയാണ്. അത് മാറി വരണമെങ്കിൽ എത്രയോ വലിയ രൂപത്തിലുള്ള വർഗസമരങ്ങളുടെ പോരാട്ടങ്ങളിലൂടെ, വിവിധ ജാതി മതസംഘങ്ങളുടെ പോരാട്ടങ്ങളുടെ എല്ലാം പിന്നോക്കക്കാരുടെ എല്ലാം യോജിപ്പിലൂടെയാണ് ഈ അധമ സംസ്കാരത്തെ നമുക്ക് അട്ടിപ്പായിക്കാൻ കഴിയുക. അത് നിശ്ചയമായും അത്തരത്തിലുള്ള രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ഏതാണ്ട് പ്ലാറ്റിനം ജൂബിലി ഉൾപ്പെടെ ആഘോഷിച്ചു കഴിഞ്ഞിട്ടും ഈ മഹാഭാരതത്തിൽ ഇന്നും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ജാതീയപരമായ പിന്നോക്കാവസ്ഥയും അടിച്ചമർത്തലുമെതിരെയും അതിശക്തമായ രൂപത്തിലുള്ള പ്രചരണങ്ങളും പ്രക്ഷോഭങ്ങളും വളർന്നു വരേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കും. നമ്മുടെ സംസ്ഥാനത്തും എല്ലാം അസ്തമിച്ചു എന്ന് പറയേണ്ടതില്ല. ഇപ്പോഴും നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും? ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സാക്ഷിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഇത്തരം പ്രവർത്തികൾ വെച്ചു കൊടുപ്പിക്കാനാവില്ല. അല്ലേ? ഭിക്ഷക്കാരെ കാണുമ്പോൾ നമ്മളാരും ചെയ്യില്ലെങ്കിൽ പലരും ചിലരൊക്കെ പട്ടി അഴിച്ചു കൊടുക്കുന്ന രീതിയുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സമുദായ പ്രവർത്തകരെ കാണുന്നത് തികച്ചും അപലപനീയമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ സമുദായ സംഘടന ഇന്ന് നേരിടുന്ന പ്രശ്നം പണമല്ല, സാമ്പത്തിക പ്രശ്നങ്ങളല്ല. ഇന്ന് പൈസ ചോദിച്ചാൽ കിട്ടുന്നതിന് ഉറപ്പുണ്ട്. നമ്മുടെ രണ്ടാം നില പണിയണമെന്നുണ്ടെങ്കിൽ ആളുകൾ സമീപിച്ചാൽ വേണം. ഉത്തമ
നീർത്തി വെച്ച പുസ്തകം